ചോദിക്കണ്ട. എന്റെ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് വന്നതാണ്, എന്റെ ഭർത്താവ് പറഞ്ഞതുകൊണ്ട് വന്നതാണ്. എന്റെ ഉപ്പാരോടും ചോദിക്കണ്ട. പടച്ചവനെ, ഫാത്തിമ ബീബി സംസാരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോകുമ്പോ ഇതൊക്കെ ഒരു സഹാബി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സംസാരിക്കുന്നതൊരു സഹാബി കേൾക്കുകയാണ്. ആ സ്വഹാബി ഓടിച്ചെന്നിട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് ഈ സംഭവം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുകയാ, മാ ഹത്തു മിൻ അഹബ്ബു ഇലയ്യ. ആ സഹാബി പറയുന്നു, നബിയേ, ചോദിച്ച എന്നോട് ചോദിക്കാൻ എന്തിനാ നബിയേ, ലജ്ജ എന്തിനാ? 2 വീടുമെങ്കിലും ഞാൻ തരുമല്ലോ, എന്റെ 2 വീട് വേണമെങ്കിലും ഞാൻ തരാ നബിയേ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, യാ റസൂലല്ലാഹ്, ആ വെറുതെ കിടക്കുന്ന വീട് ഫാത്തിമയ്ക്ക് ഞാൻ കൊടുക്കാൻ നബിയേ. അങ്ങനെ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബി 2 വീടിൽ നിന്ന് 1 വീട് അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുകയാണ്, തന്റെ പൊന്നാര മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ. പടച്ച റബ്ബേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ നബി തങ്ങൾ ഒരു ചെറിയ കട്ടില് കൊടുത്തു, വിരിപ്പ് കൊടുത്തു, പാത്രം കൊടുത്തു, അല്ലാഹുവേ ഒരു അരകല്ല് കൊടുത്തു. ഇങ്ങനെ തുച്ഛമായത് മാത്രമാണ് ഈ ലോകത്തിന്റെ നേതാവിന്റെ പൊന്നാര മകളുടെ വീടിനകത്തുണ്ടായിരുന്നത്. വീട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊട്ടാരം പണിയുന്നവരുണ്ട്. ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ, ഒരു ഹദീസ് പറഞ്ഞു തരട്ടെ. ഒരു മനുഷ്യനെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ച വീട് വെക്കാൻ കൊതിക്കുന്നവരെ, ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരെ, ലോൺ എടുക്കുന്നവരെ, പലിശയ്ക്കെടുത്ത് വീട് വെക്കുന്ന പെങ്ങള്, ഈ ചരിത്രം നല്ലതുപോലെ പഠിച്ചോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാനുള്ള ആഗ്രഹം അല്ലാഹു കൊടുക്കും, കണ്ണിലും മണ്ണിലും ഉള്ള ആഗ്രഹം കൊടുക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ വീട്